നമസ്കാരം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരവോടെയുണ്ടാകുന്ന ചരക്ക് നീക്കവും MC റോഡിലെ അസഹനീയമായ ഗതാഗതക്കുരുക്കും പരിഗണിച്ച് ശബരി റെയിൽപാത തിരുവനന്തപുരത്തേക്ക് നീട്ടിയേക്കും. ഇതിന് KRDCL ശുപാർശ നൽകി. എരുമേലിയിൽ നിന്ന് ആരംഭിച്ച് പത്തനംതിട്ട, കോന്നി, പുനലൂർ, അഞ്ചൽ, നെടുമങ്ങാട് വഴി ബാലരാമപുരത്ത് എത്തുന്ന 160 കിലോമീറ്റർ പാതയ്ക്കായി 13 സ്റ്റേഷനുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ തീരുമാനം ഇക്കാര്യത്തിൽ നിർണായകമാകും. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അനുകൂല നിലപാട് എടുക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ പ്രതീക്ഷ. പദ്ധതിയുടെ പ്രാഥമിക പഠനം സർക്കാർ നിർദ്ദേശിച്ചതനുസരിച്ച് പൂർത്തിയാക്കി കഴിഞ്ഞു. 2013 സമാന നീക്കം നടന്നിരുന്നുവെങ്കിലും ലാഭകരമല്ലെന്ന കാരണത്താൽ റെയിൽവേ ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ വിഴിഞ്ഞം പദ്ധതിയും വർദ്ധിച്ച വാഹന തിരക്കും കണക്കിലെടുക്കുമ്പോൾ പുതിയ പാത അനിവാര്യമാണെന്നാണ് കേരളത്തിന്റെ നിലപാട്. നിലവിൽ അങ്കമാലി മുതൽ എരുമേലി വരെയുള്ള 111 കിലോമീറ്റർ പാതയുടെ സ്ഥലമെടുപ്പ് നടപടികളുമായി സംസ്ഥാന സർക്കാർ വേഗത്തിൽ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് തിരുവനന്തപുരം വരെയുള്ള പുതിയ വിപുലീകരണ സാധ്യത തെളിഞ്ഞത്. 1,00,000-ലധികം ജനസംഖ്യയുണ്ടായിട്ടും റെയിൽവേ സൗകര്യമില്ലാത്ത നെടുമങ്ങാട് പോലുള്ള നഗരങ്ങളിലേക്ക് ഇത്തരത്തിൽ ട്രെയിൻ എത്തും. ശബരിമല തീർത്ഥാടനം എരുമേലി വഴി തിരുവനന്തപുരത്തേക്ക് പാത നീട്ടുന്നതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർക്ക് യാത്ര കൂടുതൽ എളുപ്പമാകും. നിലവിൽ MC റോഡിലെ അമിതമായ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമായി ഈ റെയിൽവേ മാറും. നിർദ്ദിഷ്ട പാതയിലെ പ്രധാന സ്റ്റേഷനുകൾ എരുമേലി മുതൽ ബാലരാമപുരം വരെയുള്ള 160 കിലോമീറ്ററിൽ താഴെ പറയുന്ന സ്റ്റേഷനുകളാണ് വിഭാവനം. KRDCL നൽകിയ ശുപാർശ സംസ്ഥാന സർക്കാർ പരിശോധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് അയക്കണം. സ്ഥലമെടുപ്പ് അങ്കമാലി എരുമേലി പാതയ്ക്കായി സ്ഥലമെടുപ്പ് ഓഫീസുകൾ തുറന്ന് നടപടികൾ വേഗത്തിലാക്കും. ഇത് പൂർത്തിയായാൽ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനാകൂ. ശബരി റെയിൽ തിരുവനന്തപുരത്തേക്ക് നീട്ടുന്ന പദ്ധതി യാഥാർത്ഥ്യമായാൽ പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളുടെ ഉൾപ്രദേശങ്ങളിലൂടെയാകും ട്രെയിൻ കടന്നു പോകുന്നത്. ഇത് ആ പ്രദേശങ്ങളിലെ പുതിയ വികസന സാധ്യതകൾക്കും വഴിയൊരുക്കും. പത്തനംതിട്ട ജില്ലയുടെ ആസ്ഥാനമായ പത്തനംതിട്ട നഗരത്തിലേക്കും കോന്നിയിലേക്കും നേരിട്ട് ട്രെയിൻ എത്തുന്നത് വ്യാപാര മേഖലയ്ക്ക് വലിയ ഉണർവാകും. പുനലൂർ വഴി കടന്നു പോകുന്നതിനാൽ നിലവിലുള്ള കൊല്ലം ചെങ്കോട്ട പാതയുമായി ഇതിനെ ബന്ധിപ്പിക്കാൻ സാധിക്കും. അഞ്ചൽ പോലെയുള്ള പ്രധാന ടൗണുകൾക്ക് റെയിൽവേ ഭൂപടത്തിൽ ഇടം ലഭിക്കും. തിരുവനന്തപുരം, നെടുമങ്ങാട്, കാട്ടാക്കട ഭാഗത്തുള്ളവർക്ക് തിരുവനന്തപുരം നഗരത്തിലെത്താതെ തന്നെ ദീർഘദൂര യാത്രകൾക്ക് ഈ പാത സഹായകമാകും. റെയിൽവേ സൗകര്യമില്ലാത്ത 1,00,000-ഓ അതിലേറെയോ ജനസംഖ്യയുള്ള നഗരങ്ങളിലേക്ക് പാത നിർമ്മിക്കുന്നതിനായി റെയിൽവേ നേരത്തെ തന്നെ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. നെടുമങ്ങാടാണ് ഇതിൽ ഉൾപ്പെടുന്നത്. എരുമേലി മുതൽ തിരുവനന്തപുരം ബാലരാമപുരം വരെ 160 കിലോമീറ്ററുള്ള നിർദ്ദിഷ്ട പാതയിൽ 13 സ്റ്റേഷനുകളുണ്ട്. വികസിക്കാനാകാത്ത നിലയിലാണ് റോഡുകൾ. ഗതാഗത തടസ്സങ്ങൾ കാരണം MC റോഡിലൂടെയുള്ള യാത്രാ സമയം കൂട്ടി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തു നിന്നുള്ള ചരക്ക് ഗതാഗതം നിയന്ത്രിക്കാൻ കഴിയാത്ത നിലയിലാകുമെന്ന് KRDCL പറയുന്നു.